സദ്യ ഒരുക്കുകയാണ് കേരളത്തുകാരുടെ ട്രിവാൻഡ്രംകാരുടെ മറ്റൊരാൾ പൊങ്കാലിക്ക് ഇത് കൊടുക്കാനുള്ള. ഞാനും എൻ്റെ അനുജത്തിയും പൊങ്കാലത്തലേന്ന് പൊങ്കാല സാധനം വാങ്ങാൻ പോയതാണ്. എൻ്റെ വീട് ഇവിടെ ടൈംസ് അപ്പോൾ അവിടെ വന്നിട്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങി നടക്കുകയാണ് നാട് കാണാൻ. റോഡിലാണ് ഇറങ്ങുന്ന ആൾക്കാർ. ഉള്ളിൽ നിറയെ ആൾക്കാരുണ്ട്. ദേവീ പ്രതിഷ്ഠ അമ്പലത്തിന് ചുറ്റും ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് എല്ലാവരും പോയി തൊഴുന്നത്. അമ്പലത്തിൽ ഇവിടുന്ന് 4-5 കിലോമീറ്റർ ഉണ്ട് അമ്പലത്തിലേക്ക് എത്താനായിട്ട്. ശ്രീപരാഗം നടന്നു പോകാൻ പറ്റാത്ത ആൾക്കാർ ഇവിടെ നിന്ന് തൊഴുതിട്ടുണ്ട്. ഹായ്, ഹലോ. ഞാനിവിടെ പൊങ്കാലയ്ക്ക് എത്തിയതാണ് കേട്ടോ. അനിയത്തിയുടെ വീടാണ്, ട്രിവാൻഡ്രത്താണ്. ഈസ്റ്റ് രാവിലെ പണി അതൊക്കെയാണ്. എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ട്. വരണം എപ്പോഴും വരണം. രംഗങ്ങളെന്നെ കേട്ടാ. ഏത് സ്ഥലം എവിടെയാണ്? എറണാകുളം. അനിയത്തിയാണ്. ഉണ്ടപ്പറ്റി പച്ചരി വാങ്ങി കുതിർത്ത് പൊടിച്ച് വറുത്തെടുത്തതിന് ശേഷം വേണം ഇതിൽ ചേർക്കാനായിട്ട്. അതോടൊപ്പം പഴവും ഏലക്ക, തേങ്ങ, പയർ, ചെറുപയറിൻ്റെ പരിപ്പ് വറുത്ത് അത് ചേർക്കണം. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് വേണം എടുക്കാൻ. വെള്ളം ചേർക്കാൻ പാടില്ല. ഇതാണ് മണ്ടപ്പറ്റി ഉണ്ടാക്കുന്നത്. ഇത് 2026 ഇതാണ്. ഒത്തിരി ആൾക്കാരുണ്ടല്ലോ. ഇത് റെഡിയായി നിൽക്കുകയാണ്. റെഡിയായി കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അവരെ. എല്ലാവരും ഡ്രസ് ചെയ്യാണ്. റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഉണ്ടെങ്കിൽ തെരളി റെഡിയാവുന്നു. ഇല എടുത്തില്ലേ കാലിന്? നമുക്കിവിടെ കുറേ പേരുണ്ട് കേട്ടോ. പണി നടക്കുകയാണ് കേട്ടോ. നല്ല പണിയാണ്. അല്ല തെരളിയില ഫോട്ടോയാണ്. വന്നവരും നിന്നവരും ഒക്കെ കൂടെ ചെയ്യുന്നുണ്ടോ? ഇതെന്തോന്നിനാ ഇത്? തെരളിക്കാണ് വെച്ചെടുക്കുകയാണ്. ഇത് മണ്ടപ്പുറ്റ. തെരളിക്ക് പയറിടണ്ട, മണ്ടപ്പുറ്റിന് പയർ കൊടുക്കുക. ഓരോരുത്തർ ഓരോരോ പണികളാണ്. അനിയത്തിയുടെ മകളാണ്. അപ്പൊ ഞാനിവിടെ ഉണ്ട്. ഹലോ, ഇതാണ് നമ്മളെ കേട്ടാ. സ്ഥിരമായിട്ട് ഇവിടെ എല്ലാവരെയും കൊണ്ടുവരും. ബസ്സിലാണ് വരണത്. ഇപ്പൊ എത്ര പേര് വന്നു? ഞങ്ങളിപ്പോ 51 ആളുണ്ട്. 51 ആള്. സ്ഥലം കരുനാഗപ്പള്ളി ആലിക്കടവ്. കരുനാഗപ്പള്ളി ആലിക്കടവിൽ നിന്നാണ് വരുന്നത് കേട്ടാ. അപ്പൊ എത്ര വർഷം കൊണ്ട് വരുന്നൂടെ? ഇപ്പൊ 24 വർഷം കഴിഞ്ഞു കേട്ടാ. 24 വർഷം കൊണ്ട് നമ്മളെ ഈ വീട്ടിൽ വരെയാണ് കേട്ടാ.
ഇവിടെ എൻ്റെ അനിയത്തിയുടെ വീടാണ്. എൻ്റെ കുടുംബം ഇവിടെ തൊട്ടടുത്താണ്. അപ്പോൾ നമ്മൾ ഏരിയയാണ് ഇവിടെ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഒരു ബന്ധുവായി മാറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും അവരെ കണ്ടില്ലെങ്കിൽ അവർക്കും വിഷമം, ഞങ്ങൾക്ക് വിഷമം. അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞിട്ട് അവർ റെഡിയായി ഇരിക്കുകയാണ് പൊങ്കാലയ്ക്ക് സമയം നോക്കി കേട്ടാ. അപ്പോൾ ഇപ്രാവശ്യം നേരത്തെയാണല്ലേ? 9:30 കേട്ടോ. അപ്പം നിങ്ങളെല്ലാം അവിടെ നിന്ന് തന്നെ വരുന്ന കരുന്നാളം? മുകളിൽ വേറെ ആളായിപ്പോയി അല്ലേ? അടുത്ത പ്രാവശ്യം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ ഇവിടെ അമ്പലത്തിൽ നിങ്ങൾ എവിടെ പോയിരുന്നത്? എവിടെ പോയി? ഏതമ്പലം? മണ്ടയ്ക്കാണ്. ഇവിടെ സാധനങ്ങൾ കൊണ്ട് വെച്ചിട്ട്. അപ്പോൾ എന്ന് വന്നാ നിങ്ങൾ? മെനഞ്ഞാന്ന് രാത്രി വീട്ടിൽ മെനഞ്ഞാന്ന് വീട്ടിൽ നിന്ന് തിരിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് അവരെ ബാഗ് വെച്ചിട്ട് പോയതാണ്. പോയിട്ട് വന്നപ്പോൾ വേറെ ആൾ കയറിപ്പോയി. ഇങ്ങനെ അവരുടെ സ്ഥലമൊക്കെ നഷ്ടമായതെന്നാണ് പറയുന്നത്. ഞാൻ എത്ര പ്രാവശ്യം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിവിടെ സ്റ്റാഫുകളും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പുറം കാണണ്ടേ? ഇത് അനിയത്തീരെ മോളാണ്. കണ്ട ഇവരൊക്കെയാണ് കേട്ടോ അവിടെ നിന്ന് വന്നിട്ടുള്ളത്. കരുനാഗപ്പള്ളി അല്ലേ എല്ലാവരും? കരുനാഗപ്പള്ളി. പിന്നെ ഞാൻ ഇറങ്ങിയല്ലേ വീട്ടിൽ നിന്ന്? വള്ളിക്കാവ്. അമൃതാനന്ദമയി ദേവിയിലെ പരിസരത്തുള്ളവരാണ് കേട്ടോ. അപ്പം എല്ലാവരും കണ്ട പുറത്ത് കണ്ട അടുപ്പും കൂട്ടി അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ആൾക്കാർ. സഹോദരനും കുഞ്ഞുങ്ങളും ഒക്കെയാണ്. ഇതാണ് എൻ്റെ കുടുംബ വീട്. എല്ലാം ഞങ്ങളുടെ ബന്ധുക്കളാണ്. അപ്പോൾ വന്നിട്ടുള്ളത് പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ കൊച്ചുമക്കളാണ് കേട്ടോ. മക്കളും കൊച്ചുമക്കളും ഒക്കെയാണ്. കാണാം പൊങ്കാലയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ്. അപ്പോൾ ഇവിടെ വരുന്നവരെല്ലാം ഇവിടുത്തെ ബന്ധുക്കളായിട്ടാണ് കേട്ടോ. അമ്മയെ സ്വീകരിക്കുന്നത് എങ്ങനെ അതുപോലെയാണ് നമ്മൾ വരുന്നത് സ്വീകരിക്കേണ്ടത്. എല്ലാവരും അതുപോലെ ചെയ്യുക. കാണാം. നമസ്കാരം. താങ്ക് യു. അപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ. അനിയൻ്റെ മകനാണ്, ഇതെൻ്റെ മകനാണ്. എല്ലാവരും ഇവിടെ ഉണ്ട്. എവിടുത്തെ വരുന്നത് നിങ്ങൾ? നിലമ്പൂര്. എന്താ പേര്? എന്ന് വന്നത് ഇവിടെ? 2 ദിവസമായി. എല്ലാവരും ഒരു സ്ഥലത്ത് തന്നെ? എങ്ങനെ ഇവിടെ ഇഷ്ടപ്പെട്ട ഈ സ്ഥലമൊക്കെ? ഇഷ്ടപ്പെട്ട? നിങ്ങൾ അമ്പലത്തിൽ പോയി കണ്ട? അമ്മയെ കണ്ട? അമ്മയെ കാണാൻ പോയോ? കണ്ടോ? തിരക്കുണ്ടായിരുന്നോ? കണ്ട അത്രയും ദൂരത്തു നിന്നാണ് വന്നത്. സ്ഥലം എവിടെയാന്ന് പറഞ്ഞ്? കരുനാഗപ്പള്ളി, ആലിക്കടവ്. വേറെ എവിടെ നിന്നോ ഒന്നും കണ്ട? ചെന്നൈയിൽ നിന്നാണോ നിങ്ങൾ? കേട്ടാ മണ്ടപ്പിട്ട് റെഡിയാക്കിയാണ് കേട്ടോ. മണ്ടപ്പിട്ട് സമയം എടുത്ത് വരുന്നത്. അതിൻ്റെ തിരക്കിലാണ് എല്ലാവരും. കാണാം. ആ സമയത്തെത്തിയില്ല. സഹോദരൻ്റെ ഭാര്യയാണ് അനുജത്തി. മണ്ടപ്പിട്ട് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് മണ്ടപ്പിട്ട്. മണ്ടപ്പറച്ച് കഴിഞ്ഞു. ഇതിന്
എല്ലാ വർഷവും ഉള്ളതാണ്. കഴിഞ്ഞ വർഷത്തെ വീഡിയോയിലും കാണാം. എല്ലാ പഴയ വീഡിയോകൾ പോയി കാണണം കേട്ടോ, നമുക്ക് മനസ്സിലാവും. ശരി. അടച്ചു കഴിഞ്ഞ് ഇനി അതിനെ അടുപ്പിലേക്ക് വെക്കുന്നതാണ് അടുത്ത് കാണുന്നത്. And people offer sitting together, making their offerings, the payasam. And ഞങ്ങളെ വീടിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. ബംഗാളിക്കിരിക്കുകയാണ് എല്ലാവരും. ഞങ്ങളെ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഈ കാണാൻ കേട്ടോ. കാണിക്കുന്നവരാണ് കേട്ടോ, വളരെ ദൂരത്ത് നിന്ന് എത്തിയിട്ടുള്ളവരാണ്. ഇതേ അത് ശരി. ഇത് യൂട്യൂബിൽ വരും, യൂട്യൂബില് അജിതാസ് വേൾഡ്. ലോകം മൊത്തം പോവും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, അജിതാസ് വേൾഡ്. അല്ല, ഇത് മൊത്തം പോവും. നിങ്ങളൊക്കെ എവിടെ നിന്ന് വരുന്നേ? സ്ഥലം എവിടെ? ആലിങ്കട എന്നാണ്. ആ, അപ്പം ആദ്യം ഒരു ബാച്ച് പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ ഇതാവും. ഓ, സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരാണ് കേട്ടോ. ഇതാണ് എൻ്റെ കുടുംബ വീട് കേട്ടോ. അത് ആദ്യം കണ്ടത് അനിയത്തിയുടെ വീടാണ്. ഞങ്ങളെല്ലാവരും ഇവിടെയാണ് കേട്ടോ. ഞങ്ങളെ വീടിൻ്റെ ഫ്രണ്ട് ഉണ്ട്. അന്ത ഐശ്വര്യമാണ് അമ്മ. ഭയങ്കര ശക്തിയുള്ളൊരമ്മയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെ വീടും അമ്പലമായിട്ട് മാറ്റിയിരിക്കുകയാണ് ഈ ജനങ്ങൾ. ഭക്തർ, അമ്മയുടെ ഭക്തർ കേട്ടോ. വളരെ സന്തോഷമുള്ള ദിവസമാണിന്ന്. അപ്പോൾ ഒത്തിരി വർഷം കൊണ്ട് ഇവിടെ ഇങ്ങനെ വരാൻ പറ്റുന്ന എല്ലാവർക്കും വളരെ സന്തോഷം. വന്ന എല്ലാ ഭക്തർക്കും നന്ദി പറയുകയാണ്. ഞങ്ങൾ ഭവനവും ദേവിയുടെ അമ്പലമാക്കി മാറ്റിയതിന് വളരെ സന്തോഷം. ആ, ഇതാണ് എൻ്റെ കുടുംബ വീട് കേട്ടാ. ഞാൻ വീട്ടിൽ ആണ്ട പുതിയ ആൾക്കാർ വീട്ടിലുള്ളവരാരും ഇവിടെ ഇല്ല കേട്ടോ. കണ്ടു കഴിഞ്ഞോ? സഹോദരൻ്റെ മകനാണ്. അപ്പോൾ കാണാം. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അതൊക്കെ എല്ലാവരും കഴിച്ചാണ് ഭംഗിയായിട്ട് ഒരുക്കിയിരിക്കണല്ലേ. എൻ്റെ അനിയത്തിയുടെ വീടാണ്. അനിയത്തിയുടെ വീടാണ് കേട്ടോ. കൊച്ചനിയത്തിയുടെ വീട്. ഇത് വലിയ അനിയത്തിയുടെ വീടാണ് ആദ്യം കിട്ടത്. ഇവിടെയുണ്ട് കേട്ടോ. അതറേ കാലക്കരം എൻ്റെ വലിയച്ഛൻ്റെ വീടാണ്. വലിയച്ഛൻ്റെ മകളാണ് ഇവിടെ ഇരിക്കണേ. നല്ല വെയിൽ. കൃഷ്ണമാരിയൊക്കെ അവിടെ ഇടുമല്ലേ? ആ, അത് ശരി. ഇളയാളിൻ്റെ. ആ,
വലിയച്ഛൻ്റെ ഇവിടെ എത്താൻ. ഇവിടെയൊക്കെ ഉള്ള തിരക്കാണ്. അപ്പോൾ എല്ലാ ബന്ധുക്കളും എല്ലാവരും ഒരുങ്ങുന്നുണ്ട്. നല്ല രീതിയിലാണ് എല്ലാവരും. ഒത്തിരിയായിട്ട് കേട്ടോ, അങ്ങോട്ട് പോകുന്നില്ല. സമയം അടുത്ത് വരുന്നു. അപ്പം എനിക്ക് അടുപ്പ് റെഡിയാക്കാനുണ്ട്. വിറവെല്ലാം അടുത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അവരൊക്കെ കേട്ടോ ഇവിടെയൊക്കെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് നല്ല ഭംഗിയായിട്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെ നീത്തിയുടെ വീട്ടിനകത്തുണ്ട്, കൊച്ചു നീത്തിയുടെ വീട്ടിനകത്തുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഇവിടെയാണുള്ളത് നമ്മളെ keep my story inside. Street lights flicker on this endless trail. ഗണേശ് പറഞ്ഞ എല്ലാവരും അകത്തുണ്ടെന്ന് പിടിക്കാൻ. ഇന്നലെ വന്നാ ആ നല്ലതായി. ആ അച്ഛൻ വന്നില്ലേ? ആ ഒരു പൊങ്കാലയാണ്. ശരി, കാണുന്നതിനൊരു ഭംഗിയാണ് കേട്ടോ. അവരെ കൂടെ വന്നിട്ടുള്ള ആൾക്കാരാണ്. പായസമാണ് വെക്കുന്നത്. അതിനൊക്കെ ആവശ്യമുള്ളതാണ് തേങ്ങ, ശർക്കര, അരി, പഴം, നെയ്യ് ഉണ്ടല്ലോ, ഏലക്കായ, ഇത്രയും ചേർത്താണ് ഇന്ന് റെഡിയാക്കുന്നത്. ആ നിങ്ങളിവിടെ പൊങ്കാലയ്ക്ക് റെഡിയായി. ഞങ്ങളവിടെ ഇതാണ് എൻ്റെ പൊങ്കാല കേട്ടാ. എല്ലാവരും സെറ്റ് സാരി ധരിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണല്ലേ. കൂട്ടങ്ങൾ അടപ്പ് ഞാൻ അവിടെ നോക്കട്ടെ. ആറ്റുകാൽ കത്തിക്കണ കേട്ടോ.
വിവരം അറിയിക്കുന്നതോടുകൂടി ഭക്തജനങ്ങൾക്ക് അവരുടെ പൊങ്കാലകൾക്ക് ഏതാനും നിമിഷങ്ങൾക്ക് പൊങ്കാലകൾക്ക് കുറച്ച് കുട്ടികളും അതുപോലെ ശ്വാസകോശ പ്രശ്നമുള്ള ആളുകളും രോഗികളെ അടുപ്പിക്കപ്പെട്ടില്ലെന്ന് കാണുന്നില്ല. ഭക്തജനങ്ങൾ അവരുടെ വസ്ത്രങ്ങൾ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുക. ഞാൻ എൻ്റെ കാലക്കലത്ത് വാർന്നപ്പോൾ മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ ശരണം ശരണം ഭഗവതി അമ്മയല്ലാതെ ശരണം ശരീരത്തിലുള്ള വസ്ത്രങ്ങളും വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. കുട്ടികളെയും ശ്വാസതടസ്സമുള്ള ആളുകളെയും പൊങ്കാലടക്കുന്നതിന് സമൂഹത്തിനുള്ള മാറ്റി നൽകുക. സുരക്ഷിതമായി പൊങ്കാലർപ്പണത്തിന് ഭക്തജനങ്ങളെ ചെലവഴിക്കുക. ശ്രദ്ധിക്കുക. കൊച്ചു കുട്ടികളെയും ലോണായി മാറ്റി നിർത്തുക. പൊങ്കാലർപ്പിക്കാൻ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളിൽ എത്തിക്കുന്നതാണ്. ആവശ്യാനുസരണം എല്ലാവരും വാങ്ങി ഉപയോഗിക്കുവാൻ ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ശരിയാണേ കഴി ഇടാൻ പോയത് മുഴുവൻ പറയുകയാണ്. പുക നിറയുന്നുണ്ട്, എല്ലായിടത്തും പുക നിറയുന്നുണ്ട്. കുറച്ചുകൂടി ഒരു 10-15 മിനിറ്റോടെ കഴിഞ്ഞ് ഇവിടെ നിൽക്കാൻ പോലും പറ്റാത്ത തരത്തിലേക്ക് സാഹചര്യം മാറും. അത്ര രീതിയിൽ മുഴുവൻ പുക പടലങ്ങൾ കൊണ്ട് നിറയും. ഈ നാട് മുഴുവൻ ഒരു പുകമയമായിരിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അത്രമാത്രം ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിലാണ് ഉള്ളത്.